വേണ്ട ചേട്ടച്ചാ. ചുമ്മാ ഇരിക്കടി, എനിക്കറിയാം. ചേട്ടച്ചാ എന്താ ഈ കാണിക്കുന്നത്? ഞാൻ അതിന്റെ അവനവന് അറിയാവുന്നത് ചെയ്താ പോരെ. കടുക് വറക്കുന്ന പോലെ അല്ല മേക്കപ്പ്. ഈ ചേട്ടച്ചനെ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചോണ്ട് ഇരുത്താവോ? ഇങ്ങനെയുണ്ടോ ഒരു വെപ്രാളം? ഞാൻ എന്താ ചെയ്യ ടീച്ചറെ? ആവശ്യമില്ലാത്തവര് ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോ. നോക്കിയപ്പോ കുടിക്കാൻ വല്ലതും വേണോ? ഒന്നും വേണ്ട ചേട്ടച്ചാ. എന്നാ ഒരു കാര്യം ചെയ്യും, കുറച്ച് ചാരായം മേടിച്ചു. ചുമ്മാ ഇങ്ങനെയാണെങ്കിൽ ഇന്ന് ഇവിടെ മോഹിനിയാട്ടം ഒന്നും നടക്കത്തില്ല. നന്നായി, ഞാനത് പറയാതിരിക്കേ. ഞാൻ പോയേക്കാം. അതെ, ഒരു ചെറിയ ടേബിൾ ഫാൻ ഇവിടെ കൊണ്ടുവയ്ക്കട്ടെ. ഇവള് വല്ലാതെ വേർക്കുന്നുണ്ട്. ഇവിടെ കുടിക്കാൻ കരിക്കും വെള്ളം വേണോ? ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ട. എന്തെങ്കിലും ആരെങ്കിലും ഈ ചേട്ടച്ചനെ ഒന്ന് പിടിച്ചോണ്ട് പോകുന്നു. ഞാൻ പോയേക്കാം. ഒരു കൊച്ചരങ്ങേറ്റത്തിന് മനുഷ്യനെ ഭ്രാന്ത് പിടിച്ച വെറുതെ അല്ല വലിയ ഉത്സവത്തിന് ആനയ്ക്ക് മതാളം കിടന്നിട്ടേ. ടീച്ചർ തന്നോട് 1000 പ്രാവശ്യം പറഞ്ഞില്ലേ? എന്നിട്ട് പിന്നെ കരിക്ക് വേണോ, വെള്ളം വേണോ, മറ്റത് വേണോ, മറിച്ചത് വേണോ? ഒന്നും എനിക്ക് പന പോലെ വളർന്നില്ലടൂ. ടീച്ചർക്ക് ഇഷ്ടമല്ല താവിടെ നിൽക്കണത്. ടീച്ചറെ, ടീച്ചർ ധൈര്യമായിട്ടാണ് മേക്കപ്പ് ചെയ്യും. അതെ, ഇതെന്താ കാരണം എന്നറിയോ? അവന് ഒരു കാര്യം. ഇയാൾ ആദ്യം പുറത്തു പോകും. ഇയാൾ ആദ്യം ഒന്ന് പുറത്തു പോയെ. മോളെ ഞാൻ പുറത്തുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ഇയാൾ പുറത്തു പോയെ. ചുമ്മാ കുടിച്ചു എന്റെ അടുത്ത് കളിക്കണ്ട കേട്ടോ. ആര് കുടിച്ചു? അമ്മായി പോടോ. തിരുവാങ്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ചിറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് കുമാരി മീനാക്ഷിയുടെ മോഹിനിയാട്ടം അരങ്ങേറ്റം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഞാൻ ഉടൻ തന്നെ പോകും. തീരെ സമയമില്ല. ഇപ്പൊ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാണ്. ഞാൻ പിന്നീട് ഒരു ദിവസം വന്ന് കണ്ടോളാം. നന്നായി ചെയ്യണം കേട്ടോ. പോട്ടെ. ഇങ്ങനെ എവിടെ നിന്ന് അറിഞ്ഞു? വാര്യസാറിന്റെ വീട്ടിൽ നിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. സാരമില്ല, നന്നായി. മീനാക്ഷി വന്നോളൂ. ഈ പാലൊക്കെ കുടിച്ചോ? അവിടെ കിടന്ന് വേണ്ട. മീനാക്ഷി എന്താ ഇത്? അയ്യോ എനിക്ക് വേണ്ട ചേട്ടാ. എത്ര നേരമായി കുശുകുശുക്കുന്നു. ഈ പാല് കുടിച്ചിട്ട് പോയാൽ മതി. പാല് കുടിച്ചിട്ട് കുടിച്ചിട്ട് വയറ് വീർക്കും. ചാടാനൊക്കത്തില്ല. എനിക്കൊരു പാല് ഞാൻ കുടിച്ചോളാം. അയ്യോ, എന്താ കാലിലൊരു ആണി കുറച്ച് വെള്ളം കൊണ്ടുവന്നേ. വെള്ളം കാലിൽ ആണിയുണ്ടോ? ഒന്നുമില്ല ചേട്ടാ. എനിക്കറിയാം. അടി കൊള്ളു കേട്ടോ. ആണിയുണ്ടെന്ന്. അയ്യോടി, ഇതുവരെ ഈ വേഷം ഒന്നും ഊരി കളഞ്ഞില്ലയോ? ഇവിടെ നനങ്ങാൻ സമ്മതിക്കാതെ ഞാൻ എന്ത് ചെയ്യാനാ? അത്രയ്ക്ക് വേദന ഉണ്ടെങ്കിലേ ചേട്ടച്ചനോട് വന്ന് പുറച്ചും കൂടി കിടക്കാൻ പറ. നിങ്ങളും കൂടെ കാര്യം നോക്കും. എന്തിനാ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിച്ചാ പോരെ? ഇവിടെ എല്ലാ കാര്യത്തിലും ഇപ്പൊ വിളിക്കാൻ പറ്റുമോ? ചേച്ചി ഒന്ന് പോയെ, അവിടെ റെസ്റ്റ് എടുക്കട്ടെ. ഇത് കളിച്ച കാര്യമല്ല. അയ്യോ, ടെമ്പറേച്ചർ കൂടുവെന്ന് എന്റെ പേടി. കിടന്നേ, ഇതോടെ ഡാൻസ് അങ്ങ് നിർത്തിയേക്കണം. ഒരാണി കൊണ്ടതിന് എന്നെ ഇങ്ങനെ രോഗിയാക്കണം. ആണി എന്ന് വെച്ചാൽ അതിൽ തുരുമ്പുണ്ടെങ്കിൽ അത് ഇതാവും. എന്താ എന്റെ പേര്? സെപ്റ്റിക് ആവും. ടെറ്റനസ്. പിന്നെ പിടിച്ച കിട്ടത്തില്ല. എന്നാ പിന്നെ കിടന്നോ പറഞ്ഞില്ലേ? അയ്യോ, ഇതൊന്നും അറിയാനില്ല. എന്നാ ഒരു കാര്യം ചെയ്, വലിയേട്ടനോടൊന്ന് വരാൻ പറ.
ഓ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോ അതിന്റെ ഒരു വശം പറഞ്ഞു എന്നല്ലാതെ. നിനക്കിപ്പോ കുളിരോ ടെമ്പറേച്ചർ വല്ലതും ഉണ്ടോ? പുഞ്ചിരി ചേച്ചി ഒന്ന് തൊട്ട് നോക്കിക്കേ. ആ ഞാൻ തൊട്ടോ. പനി ഉണ്ടോ? അപ്പൊ കുഴപ്പമില്ലല്ലോ. അതാ അവരുടെ ആവശ്യമില്ല. ഇങ്ങനെ മൂടി പൊതിച്ച കിടന്നാൽ തന്നെ പനി. നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് എന്നിട്ട് അതുകൊണ്ട് അവിടെ അരങ്ങേറ്റം കണ്ടിട്ടേ ഇവിടെ കൊതി അതെ അതെ അത് ഞങ്ങൾ കാണട്ടെ. കേൾക്കാൻ വയ്യായേ. അയ്യോ വളയിട്ടില്ല. വളയൊന്നും വേണ്ട. ആ മോനെ മോനെ ദേ ഈ ചന്ദനത്തിൽ നിന്ന് മണപ്പിക്കും. ആ എന്നിട്ട് കുടിക്കും, ധൈര്യമായിട്ട് കുടിക്കും. മോനെ ശിവൻകുട്ടി, നിന്റെ ദുഃഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നീ 10ാം ക്ലാസ്സിൽ തോറ്റു. നിന്റെ കൂടെ കുട്ടിക്കാലം മുതലേ കളിച്ചു നടന്ന മീനാക്ഷി 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സായി പാസ്സായി. ഇവിടെ നോക്കി, മീനാക്ഷിയോട് നിനക്ക് ഇഷ്ടല്ലേ? അതെ. എന്നാ എന്റെ മോൻ ധൈര്യമായിട്ട് കുടിക്കേ. മോനെ ഇതൊക്കെ ഒന്ന് തുടങ്ങി കിട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ ഭയങ്കര സുഖല്ലേ. ഇത് ആരാണെന്ന് മനസ്സിലായ? അറിയില്ല. നമ്മുടെ മിലിറ്ററിയുടെ മോനാ, നാഗാലാൻഡ്. പതുക്കെ എങ്ങനെ അങ്ങോട്ട് വലിക്ക, കണ്ട, എന്നിട്ട് ഇങ്ങനെ എടുക്ക. ഇങ്ങനെ ഊതിയാ മതി. ആ മിടുക്കൻ. ശരി ചേട്ടാ, ഞാൻ ഈ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ദിവസേന കാലത്ത് ഇവിടെ വന്ന് 2 ഗ്ലാസ് അങ്ങോട്ട് വീശ, എന്നിട്ട് നാട്ടുകാരെന്ന് പറയുന്ന പുള്ളികളുടെ മുഖത്ത് ദേ ഇങ്ങനെ അങ്ങോട്ട് നോക്ക. ആ അങ്ങനെ മോനെ പഠിച്ച് ജയിച്ച് മിലിറ്ററി പോയി നാഗാലാൻഡിൽ ചെന്ന് പൊളിനാഗന്മാരുടെ അമ്പ് കൊണ്ട് പട്ടി ചാവണ പോലെ അവിടെ കിടന്ന് ചാവണ. പറ, എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മയെ കാണുന്ന? എനിക്ക് എന്റെ അമ്മയെ കാണണം. ഉള്ള കള്ളു മുഴുവൻ മോന്തി കുടിച്ചിട്ട് ഇപ്പൊ അമ്മയെ കാണുന്ന? ഈ കോലത്തിൽ ഞാൻ നിന്റെ അമ്മയുടെ അടുത്ത് നിന്നെ കൊണ്ടുപോയ പുഞ്ചിരി ചേച്ചി എന്നെ ചൂലെടുത്ത് അടിക്കും. അടിക്കട്ടോ, എടുത്തോണ്ട് പോ. എടുത്തോണ്ട് പോണെന്ന് ഞാൻ നോക്കിക്കോളടോ. എനിക്ക് എന്റെ അമ്മയെ കാണു. മോനെ കള്ള ഇറങ്ങിട്ടടാ, ഞാൻ കൊണ്ടാക്കാം. എനിക്കല്ലേ എന്റെ കാലോർക്കിടയിലിടാ. വേണ്ട, എനിക്കിപ്പൊ കാണുന്നു. ഞാനിനി പുഞ്ചിരി പിശാചിന്റെ മുഖത്തേക്ക് നോക്കൂ. അമ്മയെ കാണാടാ. എനിക്ക് എന്റെ അമ്മ കാണിച്ചു. എനിക്കിപ്പം കാണു. ഇങ്ങോട്ട് മാറി നിൽക്കടി, എങ്ങനെയുണ്ട് നോക്കട്ടെ. അല്ലേ വാങ്ങിച്ചോണ്ട് വന്ന ആളിനെ അതൊന്ന് കാണണ്ടായോ? ഇങ്ങോട്ട് നീങ്ങിക്കും മോളെ. വലിയ ഗമയെടുത്താ ഞാൻ എന്റെ പാട്ടിന് പോകും പറഞ്ഞേക്കാം. എന്തുവാ കുഞ്ഞെ ഇത്? ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേ. എന്തു ഇത്ര നാണം വലിയേട്ട കാണണ്ടായോ? ഇങ്ങോട്ട് നീങ്ങി വന്നേ. അയ്യേ, ഇത് ഉടുപ്പ് കുഴപ്പമില്ല. ആ പാവാട എന്താ തുണി കഴിഞ്ഞില്ലേ കുഞ്ഞെ? റെഡിമെയ്ഡാ, ഇറക്കൻ ലേശം കുറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഫാഷൻ. ഇതെങ്ങാനും ഇവിടുത്തെ ചേട്ടച്ചൻ കണ്ട അപ്പ മണ്ണെണ്ണ ഒഴിച്ച് തീ വെക്കും. നീ അതങ്ങ് ഊരി വെച്ചാൽ അവനെ അറിയിക്കണ്ട. ഹോസ്റ്റലിൽ ചെന്ന് പുറത്തെടുത്താൽ മതി. പിന്നെ അതുപോലെ നിന്റെ ഈ വഴുവഴുമ്പോ നാണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ വെച്ചേച്ച് വേണം പോകാൻ. ഇപ്പോഴത്തെ കുട്ടികളുടെ സൗന്ദര്യം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അവരുടെ സ്മാർട്ട്നെസ്സാ. ചുറിയുറുക്ക് ഇവക്കില്ലാത്തതും അതാ. ആ ഉണ്ണികൃഷ്ണൻ ഇവളെ വളർത്തി വളർത്തി തനി കൺട്രിയാക്കി കളഞ്ഞു. എന്നാ പിന്നെ കേമമായിട്ട് അങ്ങോട്ട് വളർത്താൻ വയ്യായിരുന്നു. ചുമ്മാ ഇരുന്നോണ്ട് പുനിതം പറയാതെ രാമകൻ ചെന്നിട്ട് പോകും. എനിക്ക് തന്നെ ഇത് കണ്ടിട്ട് നാണം വരുന്നു. മോൾ ഇതൊക്കെ ഒരു എവിടെങ്കിലും കൊണ്ട് പാത്ത് വെച്ചേക്ക്. കുഞ്ഞിന് ഇതൊന്നും ചേരത്തില്ല. പോ, ഒരു സർക്കസുകാരുടെ ഉടുപ്പ്. എന്റെ മോളായതുകൊണ്ട് പറയല്ല, പഠിക്കാൻ ബഹുമിടിക്കുക. പുസ്തകം തുറക്കണ്ട. ടീച്ചർ, മീനാക്ഷി ആദ്യമായിട്ടാ വീട് വിട്ട് മാറി താമസിച്ചിട്ടില്ല. പ്രീ ഡിഗ്രിക്ക് വരുന്ന എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാ അല്ലേ? അല്ല, അത് ശരിയാ. ഹോസ്റ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ല, ഒരു മിനിറ്റ്. മീനാക്ഷിക്ക് അച്ഛനും അമ്മയൊന്നുമില്ല, എല്ലാം ഞാനാ. അതുകൊണ്ട് ഇവിടെ ഇവിടെ വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരുന്നു. അതൊക്കെ ഇനി ശീലമായിക്കോളും. പക്ഷെ എന്റെ മോളുടെ കാര്യം അങ്ങനെയല്ല. അല്ല, ഇവിടെ താമസിച്ചാലേ ശീലിച്ചല്ലേ പറ്റൂ. അതൊക്കെ അത്രേ ഉള്ളൂ. എന്നാലും ഒരു കണ്ണ് വേണമെന്ന് ഞാൻ പറയായിരുന്നു. അത് ശരിയാ. വരൂ. എല്ലാം ഉണ്ടോന്ന് ഒന്നുകൂടെ നോക്കട്ടെ. ഇതേ ഈർക്കില്, എണ്ണ, ഈഞ്ച, രാസ്നാദിപ്പൊടി, മഞ്ഞപ്പൊടി. വെൽക്കം മീനാക്ഷി. ഐ എം ട്രീസ. ഐ എം സുധ. സുമ. മഞ്ജു.
അതെ പിക്കളുണ്ട്. എല്ലാം ഉണ്ട് ചേട്ടച്ച. ചേട്ടച്ചൻ പോയിക്കോ. ബൈ ബൈ ബൈ. അയാളൊരു തനി കൺട്രിയാ. ഞാൻ പോയിട്ട് ശനിയാഴ്ച രാവിലെ ഇനി ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാം. എന്നാ വെള്ളിയാഴ്ച വൈകിട്ട് വന്നൂടെ? എന്നാ പിന്നെ വ്യാഴാഴ്ച ഇങ്ങി വരാം. എന്നാ പിന്നെ ബുധനാഴ്ച ഇങ്ങി പോരരുതോ? പറഞ്ഞ പോലെ ചൊവ്വാഴ്ച ഒരു ദിവസം കാര്യമല്ലേ ഉള്ളൂ. ഞാൻ പോയിട്ട് നാളെ രാവിലെ ഇങ്ങി വരാം. കൂടി ശരിക്കും തോർത്തടി, പനി പിടിക്കും. എന്നാ പിന്നെ വ്യാഴാഴ്ച ഇങ്ങി പോരരുതോ? എക്സ്കർഷനും പുതുതിനൊന്നും പോണ്ട. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. വൈദ്യൻ സാറേ, വൈദ്യൻ സാറേ, ഞാൻ താനായിരുന്നു എന്താ ഉണ്ണി? ഫോൺ ചെയ്യണം. ആർക്കാ? ഡോക്ടർക്കാ? അല്ല, മീനാക്ഷിക്ക്. എങ്ങോട്ട്? ഹോസ്റ്റലിലേക്ക്. താൻ അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് ഇന്നിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. എന്താ എത്ര അത്യാവശ്യം? വീട്ടിൽ അവളില്ലാത്തതുകൊണ്ട് ഒരു ശ്വാസം മുട്ടൽ പോലെ ശബ്ദം കേൾക്കാൻ വേണ്ടിട്ട്. ഇങ്ങനെ ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ടായാല് ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. നമ്പർ അറിയാമെങ്കിൽ വിളിച്ചോ. പറഞ്ഞ പോലെ നമ്പറിന്റെ കാര്യം ഡയറക്ടറി നോക്കിയ അതെങ്ങനെയാണോ അവിടുത്തെ നമ്പർ ഇവിടുത്തെ ഡയറക്ടറി കാണുന്നേ? എൻക്വയറി വിളിച്ച്. ഇടോ മണി 10 വരുന്നായി. ഇപ്പോഴാണ് ലേഡീസ് ഹോസ്റ്റലിലേക്ക് വിളിക്കുന്നേ. താൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാം. ഹലോ, രാമകൃഷ്ണ ഹിയർ. ഇങ്ങനെ പോത്തു പോലെ അവിടെ കിടന്ന് ഉറങ്ങിക്കോ. ഹലോ ഹലോ, ഡോക്ടർ അനിയനാണോ? എന്താടോ ഈ നേരത്തെ ഉറങ്ങാതെ? എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. 10-15 വർഷമായിട്ട് എന്റെ കൂടെ മീനാക്ഷി ഉണ്ടായിരുന്നു. അവളില്ലാതെ തനിച്ചാദ്യമായിട്ടാ. അവളിപ്പോ ഹോസ്റ്റലിൽ വരണ്ടിരിക്കുകയായിരിക്കും. പോസസീവ്നെസ് എന്ന് പറയുന്നത് ഒരു രോഗമാണ്. കൺട്രോൾ ചെയ്തില്ലെങ്കിലേ യു വിൽ ഹാവ് ടു സഫർ. തൽക്കാലം ഡോക്ടർ അനിയൻ റൂമിൽ ചെന്ന് കിടക്ക്.